അപ്പോഴേ നമുക്ക് ചെട്ടിനാട് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വന്നാലോ? ചെട്ടിനാട് ബ്യൂട്ടിഫുള്ളായ മാൻഷൻസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും പിന്നെ നമ്മുടെ അത്തൻകൂടി ടൈൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കുറച്ച് അടിപൊളി ഫുഡും കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ചെട്ടിനാടിക്ക് പോയത് ഡ്രൈവ് ചെയ്തിട്ടോ കേട്ടോ. അപ്പം ഞങ്ങളൊരു രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ചെട്ടിനാടിലേക്ക് നേരെ വിട്ടു. ഡ്രൈവ് ടൈം ഏകദേശം ഒരു 3 hours ആണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് എത്തിയപ്പോൾ ഒരു 3 മണിയായി. നമ്മൾ കാരക്കുടിയിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ കാരക്കുടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഓൾമോസ്റ്റ് 3-4 മണിയായി അവിടെ എത്തിയപ്പോൾ. എന്നാലും എല്ലാ ഫുഡും കിട്ടി. പിന്നെ പറയാതെ വയ്യ, ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഞങ്ങൾ വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് കഴിച്ചു. മസ്റ്റ് ട്രൈ ആണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ നോൺ വെജാണ് മുഖ്യ. മീൽസ് ഓർഡർ ചെയ്ത് സെപ്പറേറ്റ് നോൺ വെജ് ഐറ്റംസ് ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് അങ്ങനത്തെ നല്ല ക്യൂട്ട് സാധനങ്ങൾ, ഇത് നമ്മുടെ തായം കളിക്കുന്ന സാധനമാണ്. പിന്നെ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം, അങ്ങനത്തെ കുറേ വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ അത്തൻകുടി പാലസിലേക്ക് വിട്ടു. ഇതാണ് അത്തൻകുടി പാലസ്. ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ പാലസാണ്. ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, എൻട്രി അകത്ത് കയറാൻ പറ്റും. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ പാലസ് അടച്ചു. 5 മണിക്ക് പാലസ് അടിക്കും. ഞങ്ങൾ എത്തിയത് 5:01 ഗൈസ്. സാരല്ല പോട്ടേന്നും പറഞ്ഞ് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ നേരെ അത്തൻകൂടി ടൈൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി. ഒരു അത്തൻകൂടി ടൈൽ ഫാക്ടറി വിസിറ്റ് ചെയ്യണമെന്ന് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അത്തൻകൂടി പാലസിൻ്റെ അടുത്ത് ഒരുപാട് ടൈൽ ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതിലെങ്കിലും ഒന്ന് പോയാൽ മതി. അവിടെ അവർ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവസരം തരും. പിന്നെ അവർ മേക്കിംഗ് ഒക്കെ കാണാനും നമുക്ക് മേക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനൊരു ചെറിയൊരു ചാർജ് ഉണ്ട്. അവർ ചിലപ്പോൾ അവർക്ക് തോന്നിയ റേറ്റൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു പെർ ഹെഡ് ഒരു 100-150 ആ റേഞ്ചിലൊക്കെ വരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആത്തൻകുടി ടൈൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൈലാണ്. ഇതിന് 100 കണക്കിന് വർഷത്തിൻ്റെ പാരമ്പര്യം ഉണ്ട് കേട്ടോ. ഇവർ പിന്നെ പല രാജ്യങ്ങൾക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളം എന്ന് മാത്രമല്ല, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ വരെ ഇതിന് ഫാൻസ് ഉണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇങ്ങനത്തെ ഗ്ലാസ് സ്ക്വയർ പീസസ് ഉണ്ടാവും ടൈലിന് വേണ്ടി മുറിച്ച് വെച്ചിട്ടുള്ള. അതുപോലെ തന്നെ സിമൻറ്റ്, ബേസിക്കലി ഒരു വൈറ്റ് സിമൻറ്റ് ടൈപ്പ് ഇതാണ്. അതിൽ പല കളേഴ്സ് കലക്കി ഇതുണ്ടാവും. പല മോൾഡുകളും ഉണ്ടാവും. മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുകൾ. അപ്പോൾ ഓരോ അച്ചിനും ഓരോ ഡിസൈനാണ്. അപ്പോൾ പ്രീസെറ്റ് ആയിട്ടുള്ള ഡിസൈൻ അനുസരിച്ചിട്ട് അതിൽ ഈ ചായം കലക്കിയ സിമൻറ്റ്, വൈറ്റ് സിമൻറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അതിൻ്റെ അച്ചിൽ ഒഴിക്കുകയാണ് ഓരോ കളേഴ്സായിട്ട് അതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് രസമാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂതിയൊക്കെ മാറിക്കോളും. എന്നാലും 1-2 ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. എൻ്റെ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ചായയൊക്കെ എടുത്ത് കലക്കി അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമ്മളതുപോലെ അത് അതിൻ്റെ പറഞ്ഞ സ്ഥലത്ത് ഒഴിക്കുക. പിന്നെ ഒഴിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ ഡിസൈൻ ചെറുതായി ഒന്ന് കൊളാവും. അപ്പോൾ ദേ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ മതി എന്ന് പറയുമ്പോഴും അവരെന്നോട് ഇല്ല ഇനി ഒഴിക്കുക, അവിടെ ഒഴിക്കുക, ഫുള്ളായിട്ട് എടുക്കുക, അങ്ങനെ പല ഇൻസ്ട്രക്ഷൻസും തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ ചെയ്തു. എൻ്റെ കൂടെ വന്ന സാരംഗം ബീബിനെ ഞങ്ങൾ 3 പേരും ഉണ്ടാക്കിയിട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്തു. അതൊക്കെ ഇവർ ഓക്കെയാണ്. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തിങ്ങനെ സിമൻറ്റ് പൊടി വാരി ഇടുന്നതാണ്. അപ്പോൾ ഗ്ലൗസില്ലാതെ വലിയ സുഖമില്ല കേട്ടോ, കാണുന്നാൽ നല്ലത്. മാത്രമല്ല മേത്ത് അത്യാവശ്യം നല്ല പൊടിയാവട്ടെ. പിന്നെ ഈ ഗ്ലൗസ് ഇല്ലാതെ ഇങ്ങനെ സിമൻറ്റ് കൈ കൊണ്ട് പിടിക്കുമ്പോൾ വലിയ സുഖമില്ല. അപ്പോൾ നമുക്കൊക്കെ കൈ പൊള്ളുന്ന പോലെയൊക്കെ എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യാൻ വിടുന്നതാണ് നല്ലത്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്യൂറിങ് ആണ്. ഏകദേശം 10 ദിവസം എടുക്കും. ഇതുപോലെ വാട്ടർ ടാങ്കിലാണ് ക്യൂർ ചെയ്യാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ക്യൂർ ചെയ്യാൻ വെച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് അത് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡിസൈൻസിലുള്ള ടൈൽസ് ഇവിടെ ക്യൂർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാട്ടോ. ട്രഡീഷണൽ ഡിസൈൻസും പാറ്റേൺസൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. നല്ല കളർഫുള്ളുമാണ്. ഇവിടുന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 7 മണിയായി. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ഹാഫ് ഡേ സൈറ്റ് സീയിങ് ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാൻഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട്. ഇപ്പം ഞാൻ പാലസൊന്നും കാണാൻ കയറിയില്ലെങ്കിലും ഇവിടെ ഒരുപാട് അടഞ്ഞു കിടക്കുന്ന മാൻഷൻസ് ഉണ്ട്. അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. ടൈം ഉണ്ടെങ്കിൽ 1 നൈറ്റ് ഇവിടെ സ്റ്റേ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ.
ഞങ്ങൾ ഈവനിങ് തന്നെ മടങ്ങി കേട്ടോ. ഞങ്ങൾ ഹാഫ് ഡേ സൈറ്റ് സീയിങ് ആണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇനി വേറെ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.